അല്ലാ, ഒരു കാര്യം നമ്മളോട് പറയാൻ മറന്നു. ഉണ്ണിയെ ഒന്ന് കാണണോന്ന് കരുതി. ഓൻ വരാൻ വൈകും. പറ്റൂച്ച, ഞമ്മള് കാലത്ത് വരാം. ഞമ്മള് ചോദിച്ചെന്ന് പറയുന്നത്. സുഖം. നമ്മള് വന്നിട്ട് പേരുത്തിയാറായാലേ അന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ നാക്കെടുത്തേ ഉള്ളൂ. അനക്ക് 100 ആഴ്ച. എന്നാ നിങ്ങൾ സംസാരിക്കണം. നല്ല ക്ഷീണം തോന്നുന്നു. ഞാൻ ഇന്ന് പോയി കിടക്കട്ടെ. ശരി, അങ്ങനെ ആട്ടെ. അല്ലാ, നമ്മൾ ഇരിക്കണ്ടായിരുന്നു കുട്ടിയെ പോകാൻ വേണ്ടി കഴിഞ്ഞ. അതിനെ സുഖല്ലേ ഞമ്മക്ക്? പേരിത്ത് സുഖം. പിന്നെ അന്നൊന്ന് കാണണമെന്ന് കുറച്ച് ദിവസമായി നമ്മള് കരുതണം. അതിനെങ്ങനാ അനക്ക് തിരക്കൊഞ്ഞ് നേരണ്ട. ഞാനൊരു ഉസ്താദിനോട് അങ്ങോട്ട് പറയാനില്ല. അതൊക്കെ പോട്ടെ, ഞമ്മള് വന്നത് ഇത്തിരി വർത്താനം പറയാനെ കൊണ്ടാണ്. എന്താ കാര്യം ഉസ്താദേ? ഇതൊരു തമാശ വർത്താനായിട്ട് കരുതണ്ട. ഇത്തിരി ഗൗരവം പറയുമ്പോഴോ ആർക്കൊന്നും തോന്നുകയും വേണ്ട. എന്താ കാര്യം? സാബിറാന്റെ കാര്യ വളച്ചു കെട്ടില്ലാതെ പറയാലോ. ഓളം മറ്റൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട കാര്യം തന്നെ അത് കൂട്ടിക്കോ. അത് നമുക്ക് ആലോചിക്കേണ്ട കാര്യം തന്നെയല്ലേ. എന്റെ കുട്ടിയെ അങ്ങനെ ആലോചിക്കുന്ന ഒരു നേരം പോക്ക് വേണ്ടെന്നാ ഞമ്മള് പറയണത്. എന്തോ ഉസ്താദ് ഇപ്പോഴിങ്ങനെ ഒരു ഒന്നുമില്ല. എന്നാലും അന്നോട് പറയാലോ. ആളുകൾ പലതും പറയുന്നു. ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ കഴിയുന്ന മുസ്ലിം പെണ്ണിനെ കുറിച്ചാണ് തന്നെ കൂട്ടിക്കോ. ആര് പറഞ്ഞത് ഒരു ഹിന്ദുവിന്റെ വീടാണെന്ന്? ആ മുന്നിലെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ സാബിറാവൻസിലെന്ന്. ഇതൊരു ഹിന്ദുവിന്റെ വീടാണോ എന്ന് മാത്രമല്ല എന്റെ കുട്ടി, മറ്റു പലതുണ്ട്. ഇന്ന് വെച്ച ആങ്ങളെയും പെങ്ങളെയും പോലെയല്ല നിങ്ങളിവിടെ കഴിഞ്ഞെന്ന് പറയേ. നമ്മക്കറിയാം കേൾക്കണതൊക്കെ പച്ചപ്പൊടിയാണ്. പക്ഷേങ്കില് കാലം വളരെ മോശമാണ്. നിങ്ങളെ മനസ്സിലാക്കാൻ പണിപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മക്ക് എത്രയും പെട്ടെന്ന് ഓളെ നിക്കാതെ വെച്ചേക്കണം. സുലൈമാനോട് എഴുതി ചോദിക്കാം. എന്തേ വേണം ഉസ്താദേ? ചെറുതായിട്ടല്ല, കേവമായിട്ട് തന്നെ. പക്ഷേ എന്തും പറയാൻ മെനക്കെട്ട് നടക്കുന്ന ഈ നാട്ടുകാരെ വൈകിട്ട് വേണം അങ്ങനെയൊന്ന്. അതെ കുട്ടിയെ, ഇഞ്ഞു ഓളിവിടെ നിങ്ങൾക്കൊപ്പം നിന്ന ഓള തലയിലെ തട്ടം പാറി പോകുമെന്നും നെറ്റി ചന്ദനക്കുറിയും സിന്ദൂരപ്പൊട്ട് പരക്കുമെന്നും പറഞ്ഞു നടക്കണവരുണ്ട് എന്ന് കാട്ടി. നിങ്ങളെ കുറിച്ചും ഈ വീടിനെ കുറിച്ചും മനസ്സിലാക്കാത്തവരാണ് ഇതൊക്കെ പറയണത്. എന്നുകൊണ്ടാണോ സാബിറാന്റെ കാര്യം ഓർത്ത് ഈ നാട്ടുകാർക്ക് ദുഃഖം തോന്നുന്നു തുടങ്ങിയത്? എനിക്കറിയാം, ഇന്ന് അവളെ കാണാൻ ഭംഗിയുണ്ട്. കള്ളക്കണ്ണിട്ട് നോക്കുന്നവർക്ക് കള്ളത്തരങ്ങളെ പറയാനുണ്ടാകും. ഇവരെയൊക്കെ പേടിച്ച് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഉസ്താദേ? ഇജ്ജ് പറയണത് അന്റെ ന്യായം. പക്ഷേങ്കില് ഓള കാര്യത്തെ തീരുമാനം കാണാൻ അന്നേക്കാൾ അധികാരമുള്ള സുലൈമാനുണ്ടല്ലോ. ഓൻ പറഞ്ഞാലോ? എന്റെ വാക്കുകൾക്ക് വില നൽകാതെ ഞാനെടുത്ത തീരുമാനങ്ങൾക്ക് മറിച്ചൊരു തീരുമാനം സുലൈമാൻ എടുക്കുമെന്ന് ഉസ്താദിന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഞങ്ങൾക്ക് പുറകിലൊരു ബന്ധമുണ്ട്. എല്ലാവർക്കും പറയാനുണ്ടാകും. ഒരു ജാതിയല്ല, ഒരു മതമല്ല, എന്തിന് ഒരച്ഛന്റെ മക്കളല്ല, ഒരമ്മയ്ക്ക് പിറന്നവരല്ല എന്നൊക്കെ. പക്ഷേ ഈ മനുഷ്യനും മനുഷ്യനും തമ്മിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിന് രക്തബന്ധത്തെക്കാൾ മഹത്വമുണ്ടെന്ന് തെളിയിച്ചവരല്ലേ നിങ്ങൾ? കുട്ടിയെ ഉണ്ണേ, ഇജൊരു ശുദ്ധന. അതുകൊണ്ട് തന്നെ അന്ന് നമ്മക്ക് പേരുത്ത് ഇഷ്ട. എന്നാലും പറഞ്ഞു പോവാ, ഇജും സുലൈമാനും ഒരു പായി കിടന്ന് ഉറങ്ങിയവരും ഒരു പാത്രത്തിലെ ചോറ് കൂട്ടിക്കോയമ്പ് തിന്നവരും ആകാം. അതൊക്കെ അങ്ങോട്ട് പണ്ട്. ഇന്നോരെ ഉറുപ്പ്യ പിരിച്ചൊന്ന് ഉറങ്ങണ രാജ്യത്താ. ഇജിപ്പ ഈ പറഞ്ഞ മനുഷ്യനെ അതല്ലാതാകാനും അധിക നേരം ഒന്നും വേണ്ടെന്റെ കുട്ടിയെ. ഇന്നലെ വരെ ഒറ്റ തൊട്ടുപോലെ വീഴാതിരുന്ന പിച്ചപാത്രത്തിൽ ഇന്ന് പുലർച്ചയ്ക്ക് ഒരു വെള്ളി നാണയം വീണത് കണ്ട് ചാട കയറിയ മനസ്സും കൊണ്ട് നടക്കുന്ന അല്പന്മാരെ ശകനം കൊണ്ട് കൊടുത്തുകൊണ്ടാണ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. അതെ, മിന്നുന്നതൊക്കെ പൊന്നാണെന്ന് എനിക്കൊരു വിചാരമുണ്ട്. കിജതാണ് കളയി. എനിക്കറിയോ, അച്ഛനും അമ്മയ്ക്കും പിറന്ന മക്കള് പോലും തമ്മി തല്ലി ചോര ചാടിക്കണ കണ്ട് പടച്ചോനെ വിളിച്ച് നെഞ്ചത്ത് കൈവച്ച് കരഞ്ഞോരാ നമ്മള്. ഉസ്താദ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പുറകിലൊരു കാലമുണ്ടായിരുന്നു. പട്ടിണി കിടന്ന് കണ്ണും തുറച്ചിരുന്നൊരു കാലം. അന്ന് ഒരു പാത്രത്തിലെ ചോറ് വാരി വലിച്ച് തിന്നിരുന്നത് ഈ പറയുന്ന സ്നേഹം കൊണ്ട് മയക്കും കൊണ്ട് മാത്രമായിരുന്നില്ല.
അപൂർവമായി തിന്നാൻ കിട്ടുന്ന ചോറിനോടുള്ള ആർത്തി, കഥയറിയാത്ത മനസ്സിന്റെ വിശപ്പ് കൊണ്ടുള്ള മത്സരം. ഇനി സുലൈമാൻ തിരിച്ചു വരുന്നത് ഈ ലോകം മുഴുവൻ വിലക്കെടുക്കാൻ കഴിവുള്ളവനായിട്ടാണെങ്കിൽ പോലും ആ പഴയ മത്സരത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടാകും അവന്റെ മനസ്സിൽ. അന്റെ വിശ്വാസം അന്നെ രക്ഷിക്കട്ടെ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ പടച്ചോ അന്നെ രക്ഷിക്കട്ടെ കുട്ടി. മേൽജാതിയിൽ പിറന്നൊരു പെണ്ണ് താഴ്ന്ന ജാതിക്കാരനെ പ്രേമിച്ചു കിട്ടിയ കുഞ്ഞിനെയും ഉദരത്തിലിട്ട് വേണ്ടപ്പെട്ടവരെ ഭയന്ന് ഓടിക്കിതച്ച് കയറി വന്നപ്പോ അഭയം കൊടുക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ പുരുഷന്റെ വഞ്ചനയ്ക്ക് പാത്രമായി ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഭക്ഷണം പോലും കൊടുക്കാൻ വകയില്ലാതെ കഴിഞ്ഞിരുന്ന ഒരു ഉമ്മയായിരുന്നു. എന്നാലും ഉള്ള കഞ്ഞിയിൽ വെള്ളമൊഴിച്ചു നീട്ടിയവർ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിഞ്ഞു പോന്നു. അന്ന് ഈ വീട് ഇങ്ങനെയായിരുന്നില്ല. പകലെല്ലാരും എത്തി നോക്കാൻ മടിക്കുന്ന, രാത്രിയിൽ പകൽമാന്യന്മാർക്ക് തപ്പിത്തടഞ്ഞെത്താൻ പറ്റിയ രണ്ട് വേശികൾ ഉറങ്ങുന്ന ചെറ്റക്കുടിൽ. അങ്ങനെയിരിക്കെ ഉമ്മയെ കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞൊരു 4-ാം കെട്ടുകാരൻ വൈകി വന്ന് ഭാഗ്യമെന്ന് കരുതി ഞങ്ങൾ ഉമ്മയെ അയാളോടൊപ്പം യാത്രയാക്കി. അതും മൊഴി ചൊല്ലിയ പരാതിയും കൊണ്ട് ഉമ്മ കയറി വന്നപ്പോ അവർക്കുള്ളിൽ ഒരു ജന്മം ഉണ്ടായിരുന്നു. ആ ജന്മം ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച് ഉമ്മ വീണ്ടും യാത്രയായി. അതൊരിക്കലും തിരിച്ചു വരാത്തിടത്തേക്ക്. ഞാനെടുത്ത് കരഞ്ഞ അവനെടുക്കും, അവനെടുത്തും അവൾ കരഞ്ഞാൽ ഉമ്മയെടുക്കും. പിന്നെ അവൾ കരയില്ല. കാരണം അവൾക്ക് വേണ്ടത് അമ്മിഞ്ഞയായിരുന്നു. അന്നാണെങ്കിലോ അമ്മയിൽ അതില്ലാത്ത കാലവും. എന്നാലും അമ്മിഞ്ഞയില്ലാത്ത മുലത്തുമ്പ് അവളുടെ ഇളം ചുണ്ടുകളിൽ വെച്ചു കൊടുത്തുകൊണ്ട് അമ്മ അവളെ മാറത്ത് കിടത്തി താരാട്ടുപാടി ഉറക്കുമായിരുന്നു. അന്ന് കേട്ട താരാട്ടുപാട്ടിൽ പോലും ഒരു ഹിന്ദുവിന്റെ ഇണം ഉണ്ടായിരുന്നില്ല ഉസ്താദേ. ഇനിയും അവൾ ഇവിടെ നിന്നാൽ തലയിലെ തട്ടം പാറിപ്പോകുമെന്നും നെറ്റിയിൽ ചന്ദനക്കുറിയും സിന്ദൂരപ്പെട്ടും പരക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ